ഹായ് ഹലോ നമസ്കാരം. കോറൽ ഡ്രോയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മളൊരു മെനു കാർഡ് തന്നെയാണ് ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിലും അത് തന്നെയായിരുന്നു. പക്ഷേ കഴിഞ്ഞ ക്ലാസ്സിനെ അപേക്ഷിച്ച് ഇന്നത്തെ ക്ലാസ്സിൽ ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഒരു ഡബിൾ സൈഡ് മെനു കാർഡാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിംഗിൾ സൈഡ് ആയിരുന്നു. അതായത് ഒരു ഷീറ്റിൽ ഒരെണ്ണം. ഓക്കെ. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് കാണാതെ ഞാനിപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാവുമെന്ന് തോന്നുന്നില്ല. അതായത് ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു എപ്പിസോഡ് കാണാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ഈ പറയുന്ന എപ്പിസോഡ് കാണുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനും മറ്റേതൊക്കെ ഞാൻ മേളിൽ കൊടുത്തേക്കാം, ടാഗായിട്ട് കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു എപ്പിസോഡ് കാണാം. ഇതിൻ്റെ വർക്ക് ഫയലൊക്കെ ഞാൻ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് നിങ്ങളുടെ ഐഡിയയിൽ ഡിസൈൻ ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനൊരു A4 പേജ് ഇവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്തു, ന്യൂ ഡോക്യുമെൻറ്റിൽ A4 എടുത്തു. ഞാൻ ഇവിടുന്ന് വൈഡായിട്ട് കൊടുക്കുകയാണ്. RGB കൊടുത്താൽ മതി. ഞാൻ ഇവിടുന്ന് വൈഡായിട്ട് കൊടുത്തു. ഓക്കെ, MM മാറ്റി ഞാൻ ഇവിടുന്ന് CM ആക്കുന്നുണ്ട് ആദ്യം തന്നെ. ഓക്കെ, അത് വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, ഞാൻ ഇവിടുന്ന് വൈഡായിട്ട് സെറ്റ് ചെയ്തു. ഇത് പോർട്രേറ്റ് ലാൻഡ്സ്കേപ്പ്. ഓക്കെ, ഇവിടെ നോക്കിയാൽ കണ്ട നമുക്ക് ഇങ്ങനെ ആയാലും ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് പോർട്രേറ്റ്, ഇത് ലാൻഡ്സ്കേപ്പ്. ഓക്കെ, ഈ ഒരു പേജിന്, അതായത് ഒരു A4 പേജിന് എന്ത് ചെയ്യണം, എനിക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യണം. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു A4 പേജ് രണ്ടായിട്ട് മടക്കിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ കിട്ടുമെന്നുള്ളൊരു ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് ഇവിടെയും ഡിസൈൻ വേണം, ഇവിടെയും ഡിസൈൻ വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഇതിൻ്റെ റൂളർ എന്ന് പറയും. ഈ കാണുന്ന ഓപ്ഷൻ കണ്ടോ, ഇതിൻ്റെ റൂളർ എന്ന് പറയും. ഓക്കെ, ഇതിലങ്ങനെ ക്ലിക്ക് ചെയ്ത് പിടിച്ച് ഇവിടെ നിന്ന് വലിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടോ, ഒരു ലൈൻ പോലെ എന്താവും ഇവിടെ സെറ്റ് ആവും. എല്ലാ കമ്പ്യൂട്ടറിലും ഈ ഒരു സംഭവം കാണണമെന്നില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ കണ്ടില്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വ്യൂ മെനുവിൽ വരാം. ഇവിടെ റൂളർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്ത് കൊടുക്കുക, ഓൺ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, ഓൾട്ട് ഷിഫ്റ്റ് കൺട്രോൾ R അടിച്ചാലും നമുക്ക് എന്ത് ചെയ്യാം, ഇത് എനേബിൾ ചെയ്യാം. അതായത് കീബോർഡിൽ ഓൾട്ട് ഷിഫ്റ്റ് R അടിച്ചാലും നമുക്ക് എന്ത് ചെയ്യാം, ഈ സംഭവം എനേബിൾ ചെയ്യാൻ നടത്തും. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഇത് ഞാനത് ആക്റ്റീവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ലൈനിൽ പിടിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഈ പേജിലേക്ക് വലിക്കുകയാണ്. ഓക്കെ, ഞാൻ ചുമ്മാ മൗസ് പോയിന്റ് വിട്ടിട്ട് കണ്ടോ, ആ ഒരു ലൈൻ എന്തായി, അവിടെ സെറ്റായി. ഓക്കെ, ഇത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അതായത് രണ്ട് സൈഡും ഈക്വലാണോ എന്ന് ഒരിക്കലും പറയാൻ പറ്റൂല അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ, ഇവിടുന്ന് വച്ച് നോക്കാന്ന് വെച്ചാൽ പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. അതായത് കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിൽ ഒരു പേജിൽ ഇങ്ങനെ സെറ്റ് ചെയ്യാന്ന് വെച്ചാൽ പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. പക്ഷേ ഒരു പേജ് നമ്മുടെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് സ്കെയിൽ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, അളന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യാം, നമുക്കൊരു വര വരച്ചിട്ട് അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ ചെയ്യാനായിട്ട് ഈസിയാണ്. പക്ഷേ കമ്പ്യൂട്ടറിൽ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കറക്റ്റ് ആയിട്ട് കിട്ടാനുള്ള ചാൻസ് കുറവാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൽ സെലക്ട് ചെയ്തിട്ട് കീബോർഡിൽ ഡിലീറ്റ് അടിക്കുകയാണ്. ഇവിടെ നിങ്ങൾ കണ്ടോ, ഇതിൻ്റെ ഈ ഒരു സൈഡ്, അതായത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള അളവ് എന്ന് പറയുന്നത് 29.7 ആണ്. ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് കാൽക്കുലേറ്റർ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, സെറ്റിങ്സിൽ വന്നിട്ട് ഈ ഒരു ഐക്കണിൽ ഇവിടെ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ കിട്ടും. കാൽക്കുലേറ്റർ ഓപ്പൺ ചെയ്തു. ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ എത്ര അളവ് കൊടുത്തേ, 29.7. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 29.7 ഡിവൈഡഡ് ബൈ എത്രയായിട്ട് നമ്മൾ സെറ്റ് ചെയ്യണം, 2 ഇതായിട്ടാണ് സെറ്റ് ചെയ്യണം. അപ്പം ഞാൻ 2 കൊടുത്തു, 2 വിളിച്ചു. അപ്പോൾ കണ്ടോ, 14.85. അപ്പോൾ നോക്കി, ഇവിടെ നിന്ന് വര വരിച്ച് കൊണ്ടേ ഈ ഒരു ഗ്രിഡ് ഇങ്ങനെ വലിച്ചിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ 14. എത്രയാണ് പറഞ്ഞിരിക്കുന്നത്, 85 അല്ലേ. ഓക്കെ, 14.85. ഓക്കെ, അപ്പോൾ എന്തായി, രണ്ട് സൈഡും ഈക്വൽ ആയിട്ട് എന്തായി, ഈ സംഭവം കിട്ടി. ഇനി ഞാൻ ഈ ലൈൻ എന്ത് ചെയ്യുന്നുണ്ട്, ലോക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഇങ്ങോട്ടും മാറാതിരിക്കാൻ വേണ്ടി ഞാൻ ലോക്ക് ചെയ്യാണ്. അപ്പോൾ ലോക്ക് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാം, ഒബ്ജക്റ്റിൽ ഇത് ഇവിടെ ലോക്ക്. ഓക്കെ, ഇനി എന്താവൂല, ഈ സംഭവം അങ്ങോട്ടും നമുക്ക് മൂവ് ചെയ്യാൻ പറ്റൂല. ഇവിടെ നിന്ന് അൺലോക്ക് ചെയ്താൽ മാത്രമാണ് എന്താവുള്ളൂ, ഈ ഒരു സംഭവത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. സെലക്ട് ചെയ്തിട്ട് ഒബ്ജക്റ്റിൽ ലോക്കിൽ കണ്ടോ, അൺലോക്ക്. ഓക്കെ, ഇനി നമുക്ക് എന്തെങ്കിലും അങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെ കാണിക്കുന്നില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ വീണ്ടും പണ്ടത്തെ പോലെ തന്നെ ലോക്ക് ചെയ്യാണ്. സെലക്ട് ചെയ്തു, ഒബ്ജക്റ്റിൽ ലോക്ക്. അങ്ങനെ ഷോർട്ട് കീ ഇല്ല. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ ഷോർട്ട് കീ അറിയാവുന്നുണ്ടെങ്കിൽ അത് താഴെ കമൻ്റായിട്ട് ജസ്റ്റ് ഒന്ന് രേഖപ്പെടുത്താം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഈ സ്ക്വയറിൽ റെക്ടാങ്കിൾ ടൂളിൽ ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പേജിന് കറക്റ്റായിട്ട് ആ ഒരു സ്ക്വയർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഞാനിപ്പോൾ ഇത് ഇവിടുന്ന് വരയ്ക്കണമെങ്കിൽ വരയ്ക്കാം. ഓക്കെ, ഇതെല്ലാം നമ്മൾ കോർഡർ ഡ്രോയിനെ കുറിച്ച് മുന്നത്തെ എപ്പിസോഡിൽ പറഞ്ഞതാണ്. ഞാൻ വീണ്ടും ഇത് ബോർഡ് എടുപ്പിക്കുന്നില്ല കേട്ടോ. ഓക്കെ, ഡബിൾ ക്ലിക്ക് ചെയ്തു. ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഫയലിൽ ഇമ്പോർട്ടിൽ ഒരു ടെക്സ്റ്റർ ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിലേക്ക് ചെന്ന് ബ്ലാക്ക് ടെക്സ്റ്റർ എന്നൊക്കെ ടൈപ്പ് ചെയ്താൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ഒബ്ജക്റ്റ് കിട്ടും കേട്ടോ. ഓക്കെ, ഞാൻ ഡ്രാഗ് ചെയ്തു. മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ഇവിടെ നോക്കി പവർ ക്ലിപ്പ് ഇൻസൈഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം.
ഈ ഒരു കറക്റ്റ് ഇമേജ് എന്ത് ചെയ്യണം, ഈ ഒരു കോളത്തിൻ്റെ ഉള്ളിലേക്ക് എനിക്ക് കൊള്ളിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പവർ ക്ലിപ്പ് ഇൻസൈഡ് യൂസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ആരോ മാർക്ക് ചോദിച്ചിട്ടുണ്ട് എങ്ങോട്ടാ പോകേണ്ടതെന്ന് വെച്ചിട്ടുണ്ട്. നമുക്ക് എങ്ങോട്ടാ പോകേണ്ടത്, ഈ ഒരു കോളത്തിലേക്ക്. ഓക്കെ, ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടോ കറക്റ്റ് എന്തായി ആ ഒരു ഇതിൻ്റെ ഉള്ളിലിരുന്നു. മനസ്സിലായെന്ന് കരുതാണ്. ഓക്കെ, അതേപോലെ ഇത് പോരാ എന്നുണ്ടെങ്കിൽ ഞാൻ ഒരെണ്ണം കൂടി ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഈ ഒരു ഇതെടുത്ത് നോക്കാം. ഏതാ ബെറ്റർ എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇതാണ് കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നു പണ്ടത്തേനേക്കാൾ. ഓക്കെ, പവർ ക്ലിപ്പ് ഇൻസൈഡ് ചെയ്തു. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടോ, അപ്പോൾ ഞാനിപ്പോൾ ഒബ്ജക്റ്റ് വരച്ചു കൊടുത്തില്ല, അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. മൗസിൻ്റെ റൈറ്റ് ബട്ടൺ പവർ ക്ലിപ്പ് ഇൻസൈഡ് ക്ലിക്ക് കണ്ടോ, എൻ്റർ അടിച്ചു. അപ്പോൾ എന്തായി സംഭവം സെറ്റ്. ഓക്കെ, ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഏതാണ് ബെറ്റർ എന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ യൂസ് ചെയ്യാം. ഓക്കെ, ഞാൻ ഇത് തന്നെ യൂസ് ചെയ്യാണ്, പണ്ടെടുത്തത് തന്നെ യൂസ് ചെയ്യാണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഞാനിപ്പോൾ ഒരു മന്തിയുടെ ഒരു ഷോപ്പിൻ്റെ ഒരു വിസിറ്റിംഗ് കാർഡാണ്, മെനു കാർഡാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ ഇവിടെ നിന്ന് ടെക്സ്റ്റ് ടൂൾ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഹൈസ എന്ന് ടൈപ്പ് ചെയ്യണം. HYZZ ഹൈസ. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് ടെക്സ്റ്റ്, പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ പറ്റില്ല. ഓക്കെ, ബ്ലാക്കിൽ ബ്ലാക്ക് ചെയ്താൽ കാണാൻ പറ്റില്ലല്ലോ. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് കളർ ഞാൻ ജസ്റ്റ് ഒന്നൊരു ഇതിലേക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നൊരു ഗോൾഡൻ, അതുമല്ലെങ്കിൽ നമുക്കൊരു യെല്ലോ, ആ ഒരു കളറൊക്കെ ഓറഞ്ച്, ഇതൊക്കെ നമുക്ക് ഇതൊക്കെ ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് വരാം. ഓക്കെ, ആ ഒരു കറക്ഷൻ നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ. അതായത് ഒരു ഡിസൈൻ എന്ന നിലയിൽ കുറച്ച് കളേഴ്സ്, അതായത് ഇന്ന ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഇന്ന കളറാ ചേരുള്ളൂ എന്നുള്ളൊരു ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് നിങ്ങൾ ഡിസൈൻ ചെയ്ത് പഠിക്കും. ഓക്കെ, ഇനി ഇവിടുന്ന് ഓക്കെ പ്രസ് ചെയ്തു. ഞാനൊരു വാല്യൂ, അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഈ ഒരു അളവ് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം ഞാനൊരു ഫോണ്ട് ഞാൻ ഇവിടുന്ന് സെലക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു നോക്കി, ഓക്കെ, ഏകദേശം ഈ ഒരു ഫോണ്ട് ഓക്കെയാണ്. ഓക്കെ, അപ്പോൾ ഫോണ്ടിനെ പറ്റിയൊക്കെ ഞാൻ പണ്ടത്തെ ക്ലാസ്സിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അതായത് ഫോട്ടോഷോപ്പ് പറയുന്ന സമയത്തൊക്കെ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്. അതായത് ഫോട്ടോഷോപ്പിൻ്റെ ക്ലാസ്സിലൊക്കെ ഫോണ്ട് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്ന് ഞാൻ ഇട്ടിട്ടുണ്ട്. അതൊക്കെ കാണാം. ഓക്കെ, അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ നിന്ന് ഒരു സ്ട്രോക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുക. ഓക്കെ, അപ്പോൾ ഞാനൊരു വൈറ്റ് സ്ട്രോക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ ഒരു വൈറ്റ് സ്ട്രോക്ക് കൊടുത്തു. ഓക്കെ, ഈ സ്ട്രോക്കിൻ്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ നിന്ന് കൂട്ടി കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും വേണ്ട, ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 1 കൊടുക്കുന്നുള്ളൂ. ഞാൻ ബിഹൈൻഡ് ഫില്ല് കൊടുക്കുന്നുണ്ട്, അതായത് സ്ട്രോക്കിനെ പുറത്തേക്ക് ഇടാണ്, അതായത് ടെക്സ്റ്റിൻ്റെ പുറകിലേക്ക് ഇടാണ്. വിഡ്ത്ത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ഒന്നും കൂടി കൂട്ടാണ്. ഓക്കെ, 2 വേണ്ട, നമുക്ക് ഒരു 1.5 കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇതൊക്കെയാണ്. ഓക്കെ, അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, വേറെ ഫോണ്ട് കൊടുക്കണമെങ്കിൽ നമുക്ക് വേറെ ഫോണ്ട് കൊടുക്കാം കേട്ടോ. ഇഷ്ടംപോലെ ഫോണ്ടുകൾ നമുക്ക് നെറ്റിൽ നിന്ന് കിട്ടും. അതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫോണ്ട് ഡൗൺലോഡ് നോക്കി നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫോണ്ടൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. എനിക്ക് കുറച്ചുകൂടി നന്നായിട്ട് ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഫോണ്ട് തന്നെയാണ്. ടെക്സ്റ്റ് ടൂൾ എടുത്തിട്ട് വീണ്ടും ക്ലിക്ക് ചെയ്തു. കളറ് ഞാൻ വീണ്ടും വൈറ്റ് ആക്കാണ്. ഓക്കെ, ബിരിയാണി ആൻഡ് മന്തി. ഓക്കെ, ഞാൻ വീണ്ടും അതിൻ്റെ ഫോണ്ട് ജസ്റ്റ് ഒന്ന് മാറ്റുന്നുണ്ട്. ഈ ഫോണ്ട് തന്നെ കൊടുക്കാം. ഓക്കെ, അത്രയും കാര്യം മനസ്സിലാകുന്ന കാര്യതാണ്. അതേപോലെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ലോക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ ഇവിടുന്ന് ലോക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കാര്യം കണ്ട് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. അല്ലാത്ത പക്ഷം ഞാൻ ഇവിടുന്ന് ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ ഇവിടുന്ന് ചെയ്യുന്ന സമയത്ത് കണ്ടോ, ബാക്ക്ഗ്രൗണ്ട് ഉൾപ്പെടെ എന്താവും, നമ്മളിപ്പോൾ ഇത് ചെയ്യാനാണ് മീൻസ് ഡ്രാഗ് ചെയ്യാൻ ഉദ്ദേശിച്ചത്, പക്ഷേ ബാക്ക്ഗ്രൗണ്ട് എന്താവുന്നുണ്ട്, മൂവ് ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഇവിടുന്ന് ലോക്ക് ചെയ്തത്. ഓക്കെ, അത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് കരുതാണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാൻ വലിപ്പം കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം, എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ മൂവ് ചെയ്ത് വയ്ക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മൂവ് ചെയ്ത് വയ്ക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ പേജിൽ ഞാനൊരു ചുമ്മാ ഒരു മന്തിയുടെ പിക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ Ctrl+I അടിച്ചിട്ട് ഇവിടുന്ന് ഒരു ഫുഡ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ തൽക്കാലം ഈ ഒരു മന്തി ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടോ, പിക്ചറിൻ്റെ വലിപ്പം എങ്ങനെയാണോ ആ ഒരു രീതിയിലേ കിട്ടുള്ളൂ. ഓക്കെ, ഞാൻ ഇവിടുന്ന് ഓൾട്ട് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കണ്ടോ, ഇങ്ങനെ ഒരു അലൈൻ ചെയ്തു. ഓക്കെ, ഇതെങ്ങനെ ചെയ്തിട്ട് ഞാൻ ഇവിടുന്ന് അവൈലബിൾ ഓൺ സൊമാറ്റോന്നോ നിങ്ങൾക്ക് സൊമാറ്റോന്നോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ, അപ്പം ഞാൻ
എനിക്ക് കോപ്പറേറ്റ് കിട്ടിയാലോ എന്നുള്ളൊരു ഇതിൽ അവൈലബിൾ ഓൺ ജസ്റ്റ് ഒന്ന് ഹൈസ എന്ന് കൊടുക്കാം. നമുക്ക് അവിടെ സൊമാറ്റോന്നോ സ്വിഗ്ഗിന്നോ സ്വിഗ്ഗിയുടെ സിമ്പിളോ എന്ത് വേണമെങ്കിലും അവിടെ വയ്ക്കും. ഓക്കെ കൊടുത്തു. സാധാ ഒരു ഫോണ്ട് കൊടുക്കാണ്, ജസ്റ്റ് ഒന്ന് ബോൾഡ് ആക്കുന്നുണ്ട്. അത്രയും കാര്യം മനസ്സിലായെന്ന് ഞാൻ കരുതാണ്. ഓക്കെ, ഇനി ഒരു ഡെലിവറി ഓർഡേഴ്സിനൊക്കെ ആയിട്ട് നമുക്കൊരു കോളം, അതായത് ഒരു നമ്പർ പോലെ നമുക്ക് അല്ലെങ്കിൽ ഒരു സ്ഥലപ്പേരോ അല്ലെങ്കിൽ ഒരു ഡെലിവറി ചെയ്യാനായിട്ടുള്ളൊരു കോണ്ടാക്ട് നമ്പറൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ രീതിയിൽ ഒരു ബോക്സിൽ നമുക്ക് എന്ത് ചെയ്യാം വരച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സെയിം കളർ തന്നെ വേണം, അതായത് ഈ ഒരു സെയിം കളർ തന്നെ ബോക്സിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് ഐ ഡ്രോപ്പർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. കണ്ടോ, ഐ ഡ്രോപ്പർ എടുക്കാം, സെലക്ട് ചെയ്തു, ഇത് ഇവിടെ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അതുമല്ല നമുക്ക് ഈ ഒരു സെയിം കളർ കണ്ടോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതായത് ഓൾറെഡി ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മുന്നേ യൂസ് ചെയ്ത കളേഴ്സുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഓക്കെ, ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, ഐ ഡ്രോപ്പർ എടുത്തു, ഇത് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യാം, ഏത് കളറാണോ വേണ്ടത് അവിടെ കൊണ്ടുപോയി കണ്ടോ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ഇവിടുന്ന് ഔട്ട്ലൈൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അതായത് ഈ ഒരു ബോക്സിന് ഔട്ട്ലൈൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഇവിടെ നിന്ന് ഞാൻ കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ എന്തായി, ഔട്ട്ലൈൻ നമുക്ക് എന്താവും, ഇവിടുന്ന് നന്നായി പൊക്കോളും. അതായത് ബ്ലാക്കിന് ബ്ലാക്ക് ഔട്ട്ലൈൻ കൊടുക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല. ഓക്കെ, ഞാൻ ഇവിടുന്ന് കുറച്ചും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ചെറുതാക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായി, ഫസ്റ്റ് പേജിൻ്റെ ഏകദേശം ഒരു പോർഷൻ തീരാറായെന്ന് തന്നെ നമുക്ക് പറയാം. ഓക്കെ, സിമ്പിളാണ്, അതായത് നിങ്ങൾ ഡിസൈൻ ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു വർക്ക് നിങ്ങൾക്ക് അത് സിമ്പിളായിട്ട് തോന്നും. ഓക്കെ, ഞാനിപ്പോൾ ഇവിടുന്ന് ബ്ലോക്ക് ആക്കി ഓക്കെ മിസ് ചെയ്തു. ഞാൻ ഇവിടുന്ന് ഡെലിവറി DELIVER ഓർഡർ ഒരു നമ്പർ കൊടുക്കാണ്. നിങ്ങൾ ഇഷ്ടമുള്ള ഒരു നമ്പർ കൊടുത്തോട്ടാ. ഞാൻ ഇവിടുന്ന് 1 2 3 4 5 6 7 8 9 10 വീണ്ടും ഒരു അത് വേണമെങ്കിൽ വാട്സാപ്പിൻ്റെ ഐക്കൺ വെച്ചിട്ട് നിങ്ങൾക്ക് കൊടുക്കാം, അതുമല്ലെങ്കിൽ ഫോൺ നമ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ, ഇത് രണ്ടിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ വരാനായിട്ട് ബോക്സും സെലക്ട് ചെയ്യുക, അതോടൊപ്പം തന്നെ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് എന്ത് ചെയ്യുക, ടെക്സ്റ്റും സെലക്ട് ചെയ്തിട്ട് സിയും ഇയും അടിച്ചാൽ മതി. ഓക്കെ, അതായത് രണ്ടും കൂടി ഇതിങ്ങനെ സെലക്ട് ചെയ്യുക, കീബോർഡിൽ എന്ത് ചെയ്യുക, സി അടിക്കുക, ഇ അടിക്കുക. ഓക്കെ, അപ്പോൾ എന്തായി, കറക്റ്റ് സെൻറ്ററിൽ വന്നു. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഓർഡറിൽ നിന്ന് കൊടുത്തിരിക്കുന്നത് ഇവിടെ നിന്നാന്ന് വയ്ക്കുക, ഇത് രണ്ടും കൂടി സെലക്ട് ചെയ്തിട്ട് സിയും ഇയും അടിച്ചാൽ മാത്രം മതി. ഓക്കെ, പിന്നെ നമുക്ക് ഇതിൻ്റെ വേറൊരു ഫോണ്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വേറൊരു ഫോണ്ട് കൊടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വേറൊരു ഫോണ്ട് കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് ഒരു 24 കൊടുക്കണ്ട, ഒരു 22 കൊടുക്കാം, എൻ്റർ അടിച്ചു. ഓക്കെ, അപ്പോൾ ഏകദേശം അത് ഓക്കെ സി അടിച്ച് സെറ്റ്. ഓക്കെ, അപ്പോൾ ഏകദേശം എന്തായി, ഒരു പേജ് എന്തായി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്ത പേജ് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പം ഞാൻ ആദ്യം തന്നെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു പിസയാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇവിടുന്ന് ഒരു റെക്ടാങ്കിൾ ടൂൾ എടുത്തിട്ട് ഇവിടുന്ന് ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ വരയ്ക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഞാൻ തൽക്കാലം ഒരു ഈ ഒരു കളർ നമുക്ക് കൊടുത്തു നോക്കാം, എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ. ഓക്കെ, ക്ലിക്ക് ചെയ്തു, അതുമില്ലെങ്കിൽ ഇവിടെ നിന്നും വരാം കേട്ടോ. കണ്ടോ, ഏകദേശം എനിക്ക് ആ കളർ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഉള്ളിൽ ആഫ്റ്റ് ആണെന്ന് തോന്നുന്നു. അതുമല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ മന്തിയുടെ ഒരു ആ ലീഫിൻ്റെ ഇതുണ്ടല്ലോ, ആ ഒരു ഈ ഒരു കളർ ഇത് ഇതിനേക്കാൾ നല്ലത് മറ്റേ കളർ തന്നെയാണ്. ഓക്കെ, അപ്പം നമുക്ക് ആ കളർ തന്നെ കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് കൺട്രോൾ Z അടിച്ച് ബാക്കിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, അവിടെ ഞാൻ പിസ്സ എന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പിസ്സ PIZZA. ഓക്കെ, എല്ലാം ക്യാപിറ്റൽ കൊടുക്കാം. മൊത്തം സെലക്ട് ചെയ്തു, സിയും ഇ അടിച്ച് അതിനെ സെൻറ്റർ ചെയ്തു, ജസ്റ്റ് ഒന്ന് വലുതാക്കാം.
ഓക്കെ, അതിൻ്റെ കളർ നമുക്കൊരു വൈറ്റ് ആക്കി കൊടുക്കാം. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏത് ഫോണ്ടാണോ വേണ്ടത് ആ ഫോണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇവിടെ യൂസ് ചെയ്യാം. മനസ്സിലായില്ലേ? ഓക്കെ, ഏത് ഫോണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും ഇവിടെ നിന്ന് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇവിടെ നിന്ന് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എനിക്ക് കുറച്ചുകൂടി നല്ലതാണ്. ഓക്കെ, ഞാൻ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, Ctrl+G അടിച്ച് ഇതിനെ ഗ്രൂപ്പ് ചെയ്യുന്നുണ്ട്, അതായത് ഒറ്റൊരു ഗ്രൂപ്പ് ആക്കാം. ഓക്കെ, അതേപോലെ നമുക്ക് എന്ത് ചെയ്യും, വീഡിയോയിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഔട്ട്ലൈൻ നമുക്ക് എന്ത് ചെയ്യാം ഇവിടുന്ന് ഞാൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഔട്ട്ലൈൻ ഞാൻ കൊടുക്കുന്നില്ല. വീണ്ടും Ctrl+I അടിച്ചു, ഒരു പിസയുടെ പിക്ക് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് ഇവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു സംഭവത്തെ ഇങ്ങോട്ട് ചേഞ്ച് ചെയ്തിട്ട് ഇവിടെയും വെക്കണമെങ്കിൽ വെക്കാം കേട്ടോ. എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഓക്കെ ഓക്കെ, ജസ്റ്റ് ഒന്ന് അതിൻ്റെ അലൈൻമെൻറ്റിനോട് ചേർന്ന് വയ്ക്കണമെങ്കിൽ നമുക്കിത് കണ്ടോ, ഇവിടുന്ന് അലൈൻമെൻറ്റിനോട് ചേർന്ന് വയ്ക്കാം. സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഓരോരോ ഐറ്റം, അതായത് ഓരോ പിസയുടെ പേര് നമുക്ക് എന്ത് ചെയ്യാം അവിടെ കൊടുക്കാം. ഞാൻ ഇപ്പോൾ ടെക്സ്റ്റ് ടൂൾ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ടാബ് അടിച്ചു, വെജിറ്റബിൾ പിസ്സ എന്ന് കൊടുക്കാം. വെജിറ്റബിൾ പിസ്സ. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് കളർ നമുക്ക് മാറ്റാം. ഓക്കെ, കളർ മാറ്റി നമുക്ക് എന്ത് ചെയ്യാം, ഒരു വൈറ്റ് കൊടുക്കാം. ഓക്കെ, സൈസ് ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കാം. പതിനെട്ട് എടുത്തു. ജസ്റ്റ് ഒന്ന് ഫോണ്ട് നമുക്ക് ഇവിടുന്ന് മാറ്റി നോക്കാം. ഇത് കുറച്ചുകൂടി നല്ലതാണെന്ന് തോന്നുന്നു. ഓക്കെ, വളരെ നല്ലത് മറ്റേ ഫോണ്ട് തന്നെയാണ്, ഏരിയൽ ഫോണ്ട് തന്നെയാണ് കുറച്ചുകൂടി നല്ലത്. ഇതും വലിയ ഇത് വേണ്ട, ഏരിയലിന് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ARI. ഓക്കെ, ഇത് തന്നെയാണ് കുറച്ചുകൂടി നല്ലത്. വീണ്ടും ടാബ് അടിക്കുകയാണ്. അപ്പോൾ എന്തായി, കറക്റ്റ് ഈ ലൈനിൽ വന്നു. ഇതെല്ലാം നമ്മൾ മുന്നത്തെ എപ്പിസോഡിൽ പറഞ്ഞു പോയതാട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് പറഞ്ഞു പോകാത്ത. ഒരു എമൗണ്ട് ഞാൻ കൊടുക്കുന്നുണ്ട്, എൻ്റർ. വീണ്ടും ടാബ് അടിച്ചു, ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, പനീർ പിസ്സ എന്ന് കൊടുക്കാണ്. ടാബ് വീണ്ടും അസിംബിൾ, വീണ്ടും ടാബ് ഒരു 78 കൊടുക്കാണ്. വീണ്ടും ചിക്കൻ പിസ്സ എന്ന് കൊടുക്കാണ്. ഞാൻ ചുമ്മാ ഒരു സാമ്പിളായിട്ട് കൊടുക്കുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഓക്കെ, അങ്ങനെ കുറച്ച് സാമ്പിൾ പിസ്സ എന്നോ അങ്ങനെ എന്തെങ്കിലും ടാബ്. വീണ്ടും സാമ്പിൾ പിസ്സ 2 അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ തൽക്കാലം ഇത് കോപ്പി ചെയ്യാണ്. പിന്നെ Ctrl+V അടിച്ച് പേസ്റ്റ് ചെയ്തു. Ctrl+V തന്നെ അടിച്ചു, Ctrl അടിച്ച് ടാബ് അടിച്ചു. ടാബ് അടിച്ചിട്ട് സാമ്പിൾ പിസ്സ നമുക്ക് 1 എന്ന് കൊടുക്കാം. സാമ്പിൾ പിസ്സ. ഓക്കെ, അതേപോലെ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് വലിപ്പം കൂട്ടണമെങ്കിൽ ഇനിയും കൂട്ടാട്ടോ നമുക്ക്. എനിക്ക് തോന്നുന്നു ഒരു 20 കൊടുത്താൽ നമുക്ക് ഈസി ആയിട്ട് അവിടെ വായിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഓക്കെ, ഇത് മതി.
വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, Ctrl+C Ctrl+V അടിച്ച് കോപ്പി പേസ്റ്റ് ചെയ്യാം. ഇതിനെന്ത് ചെയ്യാം, ഇങ്ങോട്ട് ഈ ഒരു സൈഡിലേക്ക് വയ്ക്കും. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്നൊരു വേറൊരു ഇമേജ് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഇത് മൊത്തം സെലക്ട് ചെയ്ത് വീണ്ടും Ctrl+C V അടിച്ച് നമുക്ക് എന്ത് ചെയ്യാം, കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഇവിടെ നിന്ന് വേറൊരു ഐറ്റം നമുക്ക് ഇവിടെ നിന്ന് ആഡ് ചെയ്യാം. ഓക്കെ, ഇതിനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലോക്ക് ചെയ്യാം കേട്ടോ. ഇവിടെ നിന്ന് ഒബ്ജക്റ്റിൽ ലോക്ക്. ഓക്കെ, അപ്പോൾ ഇത് പിന്നെ മൂവ് ആവില്ല. ഓക്കെ, പിന്നെ നമുക്ക് അതായത് നമുക്ക് എന്ത് ചെയ്യാം, ഇത് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു ധൈര്യമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഓക്കെ, വീണ്ടും ഇത് ഓൾറെഡി ലോക്കായിരുന്നു. നമ്മൾ എന്ത് ചെയ്യും, ഒബ്ജക്റ്റിൽ വന്നിട്ട് ലോക്കിൽ അൺലോക്ക്. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വേറെ എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ വീണ്ടും ഇതിനെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. ഇതിന് വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, ലോക്കിൽ അൺലോക്ക് കോൾ കൊടുക്കുന്നുണ്ട്. അൺലോക്ക് കോൾ കൊടുക്കുമ്പോൾ എല്ലാം കൂടി അൺലോക്ക് ആവട്ടോ. അൺലോക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് മാത്രം, അൺലോക്ക് കോൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടി ഇത്. ഓക്കെ, ബർഗർ എന്ന് കൊടുക്കുകയാണ്, BURGERS. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒബ്ജക്റ്റിൻ്റെ ലെങ്ത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഒബ്ജക്റ്റിൽ വീണ്ടും ലോക്കിൽ ഗ്രൂപ്പ് ആയിരുന്നു കേട്ടോ. നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ അൺഗ്രൂപ്പ് കൊടുക്കണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ആ ഒബ്ജക്റ്റ് മാത്രമായിട്ട് കണ്ടോ നമുക്ക് നീക്കാൻ പറ്റും. ഓക്കെ, ഇത് രണ്ടും സെലക്ട് ചെയ്തു, സിയും ഇ അടിച്ച് നമ്മൾ സെറ്റ് ചെയ്തു. ഓക്കെ, അതങ്ങനെ തന്നെ ഗ്രൂപ്പായിട്ട് കിടന്നോട്ടെ. ഓക്കെ, അതാണ് കുറച്ചുകൂടി നല്ലത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ എന്ത് ചെയ്യാം, ബർഗറിൻ്റെ പിക്ക് നമുക്ക് ഒരെണ്ണം ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ Ctrl+I അടിച്ചു, ഇവിടെ നിന്ന് നമുക്കൊരു ബർഗറിൻ്റെ ഒരു പിക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ക്ലിക്ക് ചെയ്തു, ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്യുന്നുള്ളൂ കേട്ടോ. Ctrl+I വീണ്ടും എന്ത് ചെയ്തു, ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്യുന്നുള്ളൂ. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുക, പേരുകൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അതായത് ബർഗർ 1 ബർഗർ 2 അങ്ങനെ എന്ത് ചെയ്യുക, നിങ്ങൾ പേരുകൾ എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം ഞാനിപ്പോൾ BURGER01. ഓക്കെ, ഇപ്പോൾ ഒരു 128 രൂപ അങ്ങനെ ഞാൻ കൊടുക്കാം. ഒരു 100 രൂപ കൊടുക്കാം. ഓക്കെ, വീണ്ടും ടാബ് അടിക്കുക. അതുകൊണ്ട് നമുക്ക് ഇതിനെ കോപ്പി പേസ്റ്റ് ചെയ്യാം കേട്ടോ. Ctrl+C അടിച്ച് നമുക്ക് എന്ത് ചെയ്യാം, എൻ്റർ അടിച്ചു, ടാബ് അടിച്ചു, പിന്നെ Ctrl+V അടിച്ച് പേസ്റ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് എമൗണ്ടുകൾ എന്ത് ചെയ്യാം, മാറ്റി മാറ്റി കൊടുക്കാം. ഇവിടുന്ന് 2 എന്നാക്കി, ഇവിടുന്ന് 3, ഇവിടുന്ന് 4, ഇവിടുന്ന് 5, ഇവിടുന്ന് 6. ഓക്കെ, നിങ്ങൾക്ക് എമൗണ്ടുകൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, ഞാൻ ഇവിടുന്ന് ഇപ്പോൾ ഈ ഇമേജിനെ ജസ്റ്റ് നിങ്ങൾ നീക്കി വെക്കുകയാണ്. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു, ഇതിങ്ങനെ മാറ്റി വെച്ചു. വീണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അടിയിൽ ഒരു ഇമേജ് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ വീണ്ടും Ctrl+C V കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഒരു ഇമേജ് കൊടുക്കുന്നു. അതേപോലെ തന്നെ ഇതിനെ കുറച്ചും കൂടി മേലെ കയറ്റി വയ്ക്കും. ഇവിടെ ഇത്രയും സ്പേസ് ഉള്ളത് കൊണ്ട് നമുക്ക് ഇങ്ങനെ മേലെ കയറ്റി വയ്ക്കും. ഇവിടെ നമുക്ക് ഷെയ്ക്ക് എന്ന് കൊടുക്കാം. അപ്പോൾ കുറച്ച് ഒരു കുഞ്ഞ് ഇത് കൊടുത്താൽ മതി. ഓക്കെ, Ctrl+C അടിച്ച് കോപ്പി പേസ്റ്റ് ചെയ്തു. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഷെയ്ക്ക് കൊടുക്കാം. SHAKES
ഷേക്ക് 1 2 3 എന്ന് തന്നെയായിട്ട് ഞാൻ കൊടുക്കണുള്ളൂ. നിങ്ങളവിടെ പേര് മാറ്റി കൊടുത്താൽ മതി. 3 4 5 6. വീണ്ടും എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് ഒരു ഷെയ്ക്കിൻ്റെ ഇമേജ് എടുത്ത് വയ്ക്കാം. നമുക്ക് ഞാൻ തൽക്കാലം ഒരു ഷെയ്ക്കാണ് കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഷെയ്ക്കിൻ്റെ ഫോട്ടോസ് എടുത്തിട്ട് എന്ത് ചെയ്യാം, ഈ രീതിയിൽ എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇത്രയാണ് കൊടുക്കുന്നത്. ഓക്കെ, മാക്സിമം മാർജിനോട് എന്ത് ചെയ്യുക, ചേർത്ത് ഇടാതിരിക്കാൻ നോക്കുക. അതായത് ഈ ഭാഗത്തിനോടേക്ക് ചേർത്ത് ഇടാതിരിക്കാൻ നിങ്ങൾ നോക്കുക. ഓക്കെ, അത്രയാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളൂ. അതായത് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, അതാണ്. ഓക്കെ, ഷെയ്ക്കിന് ഇത്ര വേണ്ട, ഇത്ര ലെങ്തി ആയിട്ടുള്ള ഒരു ഇത് വേണ്ട. അപ്പം ഞാൻ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രൂപ്പിൽ വന്ന് ഗ്രൂപ്പ് കൊടുത്തു. ഗ്രൂപ്പ് കൊടുത്തിട്ട് സെലക്ട് ചെയ്തു. കണ്ടോ, ഇങ്ങോട്ട്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്തായി, ഏകദേശം സെറ്റായി. മനസ്സിലായെന്ന് കരുതാണ്. ഓക്കെ, അറേഞ്ച് ചെയ്യണമെങ്കിൽ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ഈ രീതിയിൽ അറേഞ്ച് ചെയ്ത് വയ്ക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ നമുക്കൊരു മഞ്ഞ കൊടുത്താലൊക്കെ നല്ലൊരു ലുക്ക് കിട്ടും കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഒന്നതിന് കൊടുത്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയാലോ. വേണ്ട, ബോറിംഗ് ആണ്. സോറി, ഇവിടെ കേട്ടോ, വേണ്ട, ഇത് തന്നെ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. ഇതിനും ഞാൻ ജസ്റ്റ് ഒന്ന് ഗ്രൂപ്പ് ചെയ്തിട്ട് Ctrl+G അടിച്ച് ഗ്രൂപ്പ് ചെയ്തിട്ട് ഞാൻ ഇത് ഇവിടെ നിന്ന് അലൈൻ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് Ctrl+S അടിക്കുന്നത് ഞാൻ ഇവിടെ നിന്ന് ഫസ്റ്റ് ഒന്ന് കൊടുക്കുന്നുണ്ട്.